മനിതർ ഉണർന്നുകൊള്ള ഇത് മനിത കാതൽ അല്ല, അതെയും താണ്ടി പുനിതമാണ്. എന്താ വെള്ളക്കും ചിപ്പൂസ് ഇതിനുള്ളിലാണോ പോയെ? ചിപ്പൂസേ ഇവിടെ ഉണ്ടായിരുന്നോ? നമുക്ക് തണല് മാത്രം കാണിച്ച പോരല്ലോ, കുറച്ച് എരിവും പൊളിക്കും വേണ്ടേ? ആരുമില്ലാത്ത ഏതൊരു അന്യഗ്രഹത്തിൽ വന്നവര് പോലെയാണ് നമുക്ക് തോന്നുന്നത്. കുളവെട്ടി മരം, അതെ സംഭവം. അപ്പൊ ഇതാണ് ലോകത്തിലെ അപൂർവങ്ങളില് അപൂർവമായ കുളവെട്ടി മരം. നരിമടയിലേക്ക് നമ്മൾ ഇറങ്ങി. ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കലശമലയാണ്. ഈ കലശമല എന്ന് പറയുന്നത് കുന്നംകുളം സ്ഥലത്താണ് കലശമല നിൽക്കണത്. അതായത് നരിമട എന്നൊക്കെ നമുക്ക് ഇവിടെ ഈ സ്ഥലത്തിന് പേര് പറയും. അത് നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ അവിടത്തെ ആയിരിക്കും. അവിടെ നരിമട മാത്രമല്ല വേറെ പല സംഭവങ്ങളുണ്ട്. അപ്പം നിങ്ങൾ കാത്തിരുന്ന് കാണാം. ഇതിപ്പോൾ നമ്മൾ വന്ന വഴിയാണ്. വന്ന വഴി നമുക്കിവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ പാർക്കിംഗ് ഒക്കെ അവൈലബിൾ ആണ്. വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്, കുറേ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. എന്നിട്ടാണ് നമുക്ക് എൻട്രൻസ്. നമുക്കിവിടെ ആദ്യം എന്തായാലും ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ കുട്ടികൾക്ക് 5 രൂപ, മുതിർന്നവർക്ക് 10 രൂപ, പിന്നെ 2 വീലർ ആണെങ്കിൽ 10 രൂപ അല്ലേ? ഇവിടെ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഏതാണ്ടൊക്കെ ഉണ്ട്. ഒരു ചായക്കടയൊക്കെ ഉണ്ട്, പക്ഷെ ആളില്ലാന്ന് തോന്നുന്നു അല്ലേ? അവിടെ മാങ്ങി കുപ്പിലിട്ടത് ഉണ്ട്. വിനോദസഞ്ചാര കേന്ദ്രത്തിന് മാലിന്യം, മറ്റേത് 5000 രൂപ പേഴ, അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേസ്റ്റ് ഒന്നും ആരും ഇടാൻ പാടില്ല. പിന്നെ ഇവിടെ നിന്നിട്ട് കലശമല എക്കോ ടൂറിസം വില്ലേജ് കലശമല ഉദ്ഘാടനം 2019 ഡിസംബർ 27-ാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. കയറുമ്പോൾ തന്നെ വലിയൊരു കവാടാട്ടത്, വെട്ടിക്കല്ലൊക്കെ വെച്ചിട്ട് സംഭവം കാണുമ്പോൾ തന്നെ ഒരു ബാഹുബലി ലുക്കൊക്കെ ഉണ്ട്. ഇനി കവാടം കാണാൻ പോലെ തന്നെയാണോ ഉള്ളിൽ നിന്ന് നമുക്കറിയണം. എന്തായാലും വ്യൂ പോയിന്റ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വ്യൂ പോയിന്റ് ഈ സൈഡിലുണ്ടല്ലോ, ഈ സൈഡിലേക്ക് പോയി നോക്കാം ആദ്യം. ഇവിടെ വ്യൂ പോയിന്റിന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താണ് വ്യൂ പോയിന്റ് നോക്കാം. സംഭവം അടിപൊളിയായിട്ടാ കാണാൻ. അവിടെ പാർക്കിങ് കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് അവിടേക്ക് പോയി നോക്കാം. ആദ്യം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. ഇവിടെ നല്ല വെയിലാട്ടോ ഞങ്ങൾ വന്ന സമയം. ഇപ്പം നിങ്ങൾക്ക് നമ്മൾ വൈകിട്ട് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ വീഡിയോയിൽ എല്ലാം ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഒരു കംഫർട്ടബിൾ ടൈം എന്ന് പറയുന്നത് നമുക്ക് ഈ സമയമായിരിക്കും. ഇവിടെ പിന്നെ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വേണ്ടവർക്ക് ഇവിടെ കയറി വിശ്രമിക്കാം. നമ്മളിവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ വെയിലുള്ള കാരണം വന്നപ്പോൾ തന്നെ ആ വ്യൂ പോയിന്റിലേക്ക് വന്ന ഇതിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇരിക്കുകയാണ്. നമുക്ക് പുറത്തുനിന്ന് എല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീനിൽ എന്താണ് നിങ്ങൾ കാണുന്നതെന്നുള്ളത് മനസ്സിലാവണില്ല. നമ്മളിങ്ങനെ തണലത്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവണുള്ളൂ. ഇത് മതി. ഇതിനെ കോലത്തുമ്പിയാണ്, ഇതിനെന്താ പറയാ, ഈർക്കതുമ്പി, നമ്മുടെ കല്ലെടുപ്പിക്കുന്ന തുമ്പി, ഓണത്തുമ്പി, അങ്ങനെ എന്താ പറയുക. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് മാത്രമല്ല, എവിടേക്കും പറക്കുന്നുണ്ട്. ഏതാ പൂവ്? ശംഖുപുഷ്പം. നമ്മുടെ അവിടെ ഉള്ള പൂക്കളുണ്ട്. അതിന്റെ നമ്മുടെ അവിടുത്തെ പൂവില് ശംഖുപുഷ്പം, അതേപോലത്തെ വേറൊരു ടൈപ്പ് പൂവാണ് അതിന്റെ ചെറുത്ത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് എന്തോ ഒരു പുഷ്പം. നമുക്ക് എന്തായാലും ഇനി നടക്കാം. ശംഖുപുഷ്പം വയലറ്റ് അല്ലേ? ഇത് ശംഖുപുഷ്പം എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ? ശംഖുപുഷ്പം
മതി 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 മതി. നമ്മളിപ്പോൾ തിരിച്ച് ഇനി നമുക്ക് അപ്പുറത്തെ ഇതൊരു വ്യൂ പോയിന്റ് ആണ്. വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് നേരം നമുക്ക് വൈകിട്ട് വരാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റും, ഇരുന്ന് സംസാരിക്കാനും സംഭവങ്ങളൊക്കെയും. പിന്നെ അപ്പുറത്ത് ഇനി നമുക്ക് പാർക്കുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സ്ഥലം വരാൻ പോകണല്ലോ, നരിമട എന്ന് പറയുന്നത്. ഇവിടെ ഉച്ച സമയത്ത് നമ്മൾ മാത്രമല്ല പ്രാന്തന്മാരായിട്ടുള്ള ബാക്കിയുള്ളവർ ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് വരുന്നുണ്ട്. എന്തായാലും നമ്മൾ മാത്രമല്ല എന്ന് മനസ്സിലായില്ലേ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കടന്നു വന്ന എൻട്രൻസ്. ഇതിന് നേരെ ഇറങ്ങി ചെല്ലേണ്ടതാണ് പാർക്ക്. ഇവിടെ എന്തൊക്കെയാ എഴുതി വെച്ചിട്ടുണ്ട്. അത് നരിമട. നമുക്ക് ആദ്യം നരിമട പോവാം. നരിമട ഹിൽ ടോപ്പ് വ്യൂ, ചിൽഡ്രൻസ് പാർക്ക്, ടോയ്ലറ്റ്, പിന്നെ എന്നിട്ട് കഫത്തേരി. ആദ്യം നരിമടയിലേക്ക് പോവാം. പുലിയുണ്ട് പുലി. ഇവിടെ ഊഞ്ഞാലേക്ക് കെട്ടിയുണ്ടല്ലോ. ഇവിടെ ഊഞ്ഞാലേക്ക് മരത്തുമ്പോൾ കെട്ടിയുണ്ട്. നമുക്ക് എന്തായാലും തിരിച്ചു വരുമ്പോൾ കയറാം. ഇത് മറ്റിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഊതണതല്ലേ? ഒന്ന് ഊതി കാണിച്ചു പറഞ്ഞു. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. അതിന്റെ പരിപാടി അവസാനിച്ചു. രണ്ടു വഴി ഇവിടെ ഉണ്ടല്ലോ. ഏത് വഴിയില പോണ്ടേ? ഈ വഴി പോവല്ലേ? എല്ലാ വഴി അവിടേക്ക് തന്നെ എത്താൻ തോന്നുന്നു. ഇത് എങ്ങോട്ടേക്കാണ് കയറി പോണേ? നരിമടയിലേക്ക് പുലിയുടെ ഡ്രസ് ഇട്ടിട്ട് പുലിമട പോകുന്നു. നരി എന്ന് പറഞ്ഞ പുലിയാണ് സിംഹാണോ? പുലിയ ഉറപ്പാ? അങ്ങനെ നമ്മൾ നടന്നിട്ട് നരിമടയുടെ അടുത്തെത്തി ഇപ്പോൾ ഒരു മരം ഉണ്ട്. അപ്പോൾ തണലത്തൊന്ന് വെയിറ്റ് ചെയ്താൽ നരിമട ഇതാണ് നരിമടയുടെ ഒരു ഭാഗം. ഇറങ്ങണ സൂക്ഷിച്ചിറങ്ങിയാലോ, വീഴല്ലേ. ഇരുന്നിട്ടേക്ക് ഇറങ്ങിക്കോ, റിസ്ക് എടുക്കണ്ട. അങ്ങനെ നരിമടയിലേക്ക് നമ്മുടെ ചിപ്പൂസ് പോവാണ്. ചിപ്പൂസിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മളിനി അപ്പുറത്തെ സൈഡിലേക്ക് കാണാൻ പറ്റുമെന്ന് നോക്കാണ്. ഇവിടേക്ക് എങ്ങനെ ഇറങ്ങാം? ഇവിടെ എന്താ വെള്ളമൊക്കെയും. ചിപ്പൂസ് ഇതിൻ്റെ ഉള്ളിലാണോ പോയേ? ചിപ്പൂസേ അല്ല എനിക്ക് കേൾക്കണ്ടോന്നാ. ദേ ഈ ഓട്ടോ കൂടെ കാണാൻ പറ്റണ്ടോ നോക്കിയേ. ഇവിടെ ഉണ്ടായിരുന്നോ? അവിടെ ഇല്ല അല്ലേ? അപ്പൊ ഇത് ഇവിടെ ഇറങ്ങിട്ട് അപ്പുറത്തോടെ വരാം. നമ്മളിറങ്ങിയ സ്ഥലത്ത് കൂടെ തന്നെ കയറാൻ പറ്റുള്ളൂ. ഇതിനുള്ളിൽ ശരിക്കും പൊലിക്കും മൂർക്കം പാമ്പിനെ എല്ലാത്തിനും ഒളിച്ചിരിക്കും. ഒരു മുറുക്കൻ അവിടെ ഇരിക്കുന്നുണ്ട്. അയ്യോ നല്ല രസമുണ്ട് ഇതിന്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിൽ അടഞ്ഞിരിക്ക. അല്ല ഈ സൈഡിലേക്ക് സ്ലോപ്പാ, ഇറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇറങ്ങണോ? നരിമടയിലേക്ക് നമ്മൾ ഇറങ്ങാണ്. കണ്ട ഇവിടെ നമുക്ക് ഒരു വഴിയുണ്ട് കണ്ട. പക്ഷെ മണ്ണിട്ട് അടങ്ങിയിരിക്കുക. ശരിക്കും കുഞ്ഞു കിടക്കായിരുന്നു. അപ്പുറത്തെ ഒരു സൈഡ് വെളിച്ചം കണ്ട. എനിക്കാണ് അതെ അപ്പുറത്തെ സൈഡോടെ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ കണ്ട അപ്പുറത്തൊരു ചെറിയൊരു വെളിച്ചമുണ്ട്. നമുക്ക് ഇതുകൂടെ ഇറങ്ങാൻ പറ്റും. ശരിക്കും അങ്ങോട്ട് കടക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇപ്പൊ എന്തോ മണ്ണൊക്കെ പിന്നെ അടങ്ങിയിരിക്കും. ഇതോടെ വന്നു. ഇതോടെ എളുപ്പം വരാം. അല്ലെങ്കിൽ അതൊന്നും ചവിട്ടിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റും.
ഇവിടെ മറ്റേ പൂ ഇതാണ് പൂട്ട നേരത്തെ പറഞ്ഞത്. ഈ പൂക്കളാണ് ഇവിടെ ഇഷ്ടം പോലെ. ഈ പൂക്കൾ തന്നെയുള്ളോ ചിലപ്പോൾ ഈ പാറയും ഇങ്ങനെയൊക്കെ ഇതും ഉണ്ടാവണതായിരിക്കും. കണ്ട മറ്റേ ശംഖുപുഷ്പം പോലെ ഉണ്ട്, പക്ഷെ പൂവിന്റെ പേരറിയില്ലട്ടാ. ഈ പൂവിന്റെ പേര് അറിയാവുന്നവരൊന്ന് കമന്റ് ബോക്സിൽ ഇട്ടോ. ഞങ്ങൾക്കൊരു അറിവായില്ലോ. ഞങ്ങൾക്കൊരു അറിവായി, ഒരു കമന്റുമായി. അറിവായി കമന്റായി. പോവാം. ഇവിടെ നമുക്ക് അപ്പുറത്തെ സൈഡ് നോക്കാം എങ്ങനെയുണ്ടെന്ന്. മറ്റൊരു അങ്ങോട്ട് നടന്നു പോണുണ്ട്, ആ ഒരു ചേട്ടനും ചേച്ചിയും അല്ലേ. അപ്പം എന്തായാലും നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു വഴിയുണ്ട്, നമുക്ക് ആ വഴിയിൽ എന്താണെന്ന് പോയി നോക്കാം. ഇത് പള്ളി ഇവിടെ ഇറങ്ങാനുണ്ട്. പുലിമടയുടെ എൻട്രി ഇതാട്ടെ മെയിൻ എൻട്രി. നമ്മൾ നേരത്തെ കണ്ടതൊന്നല്ല, ഇത് ഒരു സ്ലോപ്പാണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ എല്ലാരും വരുമ്പോ അതാണ് നരിമട എന്ന് വിചാരിക്കും, പക്ഷെ ഇതാണ് സംഭവം. രസമുണ്ടല്ലേ. ഇതുകൂടെ നമുക്ക് ശരിക്ക് ഇറങ്ങി വരാം, പക്ഷെ അവിടെ മണ്ണൊക്കെ വീണ് കിടക്കാം. ഇവിടെ വെള്ളം ഒലിക്കാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ. വെള്ളം നിന്ന് ചെളി നിന്ന് ഇതുണ്ട്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഒലിച്ചിട്ട് ആ ഗുഹ മൂടിയ. നേരത്തെ നമ്മൾ ഇറങ്ങിയത് അവിടെയാണ്. ഒന്നും കാണുന്നില്ല. എന്തായാലും പോവാ. ഉള്ളു നല്ല രസമുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ച് കയറാം. അപ്പൊ അങ്ങനെ നരിമട കണ്ടു അല്ലേ. നേരത്തെ നമ്മൾ അതിന്റെ മേലക്കൂടെ കണ്ട വ്യൂ അതാണ്. നമ്മളിങ്ങനെ അതുകൂടെ താഴത്തോട്ട് നമുക്ക് പോവാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മാലിന്യം വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ 5000 രൂപ പേട. വൈകിട്ട് വരുന്നതായിരിക്കും നല്ലത് കേട്ടാ. ഈ സമയം നല്ല വെയിലുണ്ട്. വെയിലുള്ളതുകൊണ്ട് ഒരു ഗുണം എന്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റിയോട് കൂടി കാണിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയണ വൈകിട്ടാകുമ്പോൾ മങ്ങലുണ്ടാവുമല്ലോ, വെയിൽ മങ്ങുമ്പോൾ ആ ഇരുട്ടിൻ്റെ ഇതിൽ നമുക്ക് ഈ ക്യാമറയിൽ നമുക്ക് അത്ര ക്ലാരിറ്റിയിൽ വരില്ല. തണൽ മരങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് തണൽ മാത്രം കാണിച്ചാൽ പോരല്ലോ, കുറച്ച് എരിവും പൊളിയൊക്കെ വേണ്ടേ. മൊത്തം വ്യൂ പോയിന്റ് തന്നെ. വ്യൂ പോയിന്റിന്റെ ഉള്ളിൽ ഒരു നരിമട നമുക്ക് കാണാനുണ്ട്. ഊഞ്ഞാലാടണ്ടേ അവിടുത്തെ ഊഞ്ഞാല്. ഇതെന്തായാലും നല്ല സംഭവം കേട്ടോ. മാലിന്യം വലിച്ചെറിയുന്ന എല്ലാ മുക്കിലും മൂലയിലും അവർ എഴുതി വെച്ചിട്ടുണ്ട് 5000 രൂപ ഫൈൻ, പിഴ ഈടാക്കുന്ന. ഇത് ഇവിടുത്തെ കഫത്തേരിയയുടെ സംഭവമാണ്. കഫത്തേരിയ, ടോയ്ലറ്റ്, ഈ ബ്ലോക്കൊക്കെ ഇവിടെ. മേലിരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് പോയിന്റ്. എന്താ സംഭവം ഒന്നുമില്ല. ഇത് മറ്റേ കുളമായിരുന്നു. ഇത് എന്തൊക്കെയോ ഉണ്ട്. അവിടേക്ക് കിടക്കാൻ പറ്റില്ല എന്നാണ് അല്ലേ. ഇതാണ് ഇവിടുത്തെ കഫത്തേരിയ.
എത്ര മണി വരെയാ? 7 മണി വരെ. അവിടെ അകലുന്ന ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നട്ടുച്ചയായാലും ആൾക്കാരിന് ഒരു കുറവില്ല. ഇതെന്താ ചേട്ടാ സംഭവം? ഇത് കുളം പോലെ അതെന്തിട്ട് പിന്നെ പണി നടന്നില്ല, കുളിച്ച് അങ്ങനെ നിർത്തി. റെയിൽവേയുടെ പിള്ളേർക്ക് പോകാനുണ്ട്. ശരി ശരി, താങ്ക്സ്. അപ്പോൾ ആ ചേട്ടൻ പറയായിരുന്നു ഇവിടെ ട്രെയിനൊക്കെ ഇനി വരുന്നുണ്ട് പിള്ളേർക്ക് പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വരുമ്പോൾ ഇവിടെ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ സൈഡിൽ നമ്മൾ നേരത്തെ കണ്ടത് കുളമാണ്. കുളം എന്ന് പറയണത് അവിടെ എന്തൊക്കെയോ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ നടക്കാണ്ട് ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ്. നമുക്ക് എന്തായാലും പാർക്കോടെ അങ്ങോട്ട് കയറാം അല്ലേ? ഇപ്പോൾ പാർക്കിൽ ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ല. പിള്ളേർ വൈകിട്ടായിരിക്കും വരാം. വെയിലത്ത് കളിക്കാനായിട്ട് നമ്മുടെ പോലെ ആർക്കും ഭ്രാന്തുണ്ടാവില്ലല്ലോ. നമുക്ക് കറങ്ങാനുള്ളത് വേണമെങ്കിൽ കറങ്ങിക്കാം. അല്ല ഇതുകൂടെ കയറാൻ പറ്റില്ലേ? അയ്യോ ഇതുകൂടെ കയറാൻ പറ്റില്ല കേട്ടാ, ഇതുകൂടെ കയറാൻ പറ്റില്ല. വേണ്ട, നമുക്ക് തിരിച്ച് നടക്കാം. നമ്മൾ നേരത്തെ കയറിയിരുന്നത് അതിൻ്റെ മേലെയാണ്. ആ ചേട്ടൻ ചേച്ചിയോടൊക്കെ സംസാരിച്ചിരുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് കാണാൻ പോണത് കുളവെട്ടി മരം എന്ന് പറയും. അതായത് ലോകത്തിൽ തന്നെ വളരെ റയറായിട്ടുള്ള ഒരു മരമാണ്. അപ്പോൾ അവിടെ നമുക്കിനി സ്ഥലം തപ്പി പിടിക്കണം. അവിടുത്തെ ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നായിരുന്നു ഇവിടെ ഒരു നമ്മുടെ ശിവൻ്റെ അമ്പലം അല്ലേ, ശിവൻ്റെ അമ്പലം ഉണ്ട്. അമ്പലത്തിനോട് തൊട്ട് മുമ്പായിട്ടൊരു ചെറിയൊരു വഴി കാണാൻ നോക്കിയും പറഞ്ഞു. നമുക്ക് വലിയ ഐഡിയ ഇല്ല, എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ വരുമ്പോൾ അവിടെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു വാന്, കാറ്, ബൈക്കുകളെല്ലാവരും വന്നു തുടങ്ങി. അങ്ങനെ ചെപ്പൂസിനെ ഒരു റൗണ്ട് അടിച്ചപ്പോൾ ലൈസൻസ് കിട്ടി. ഇനി നമ്മൾ പോവാ റൈറ്റ്. കുളവെട്ടി മരം, അതെ സംഭവം ഇറങ്ങിട്ടാ. നീ മുന്നിലേക്ക് കയറി, അപ്പോഴെല്ലാം നിന്നെ കാണല്ലോ. വണ്ടി പോണേ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇവിടെ എത്തി. ഇവിടുത്തെ വഴി അങ്ങനെ ലോകത്തിൽ തന്നെ വളരെ റയറായിട്ടുള്ള മരങ്ങളിൽ ഒന്ന്, അതായത് 200 മരങ്ങളാണ് ലോകത്തിൽ തന്നെ കുളവെട്ടി മരം എന്ന് പറയുന്ന സംഭവം ഉള്ളത്. അതിൽ 110 മരങ്ങൾ നമ്മുടെ ഇവിടെ തന്നെയാണെന്നാണ് പറയണത്. അപ്പോൾ അതാണ് ഇവിടെ സംരക്ഷിച്ചു പോകുന്നത്. എന്തായാലും നമുക്ക് ആ അപൂർവ ദൃശ്യം നമുക്ക് എന്തായാലും ഇപ്പോൾ കാണാം. എന്ത് സംഭവം, വേരാണ്. എന്തായാലും ഇവിടേക്ക് വരുമ്പോൾ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആട്ടാ അല്ലേ? വഴിയുണ്ടോ അവിടേക്ക്? ചെറിയ വഴിയാട്ടോ, ഇടിഞ്ഞ വഴിയാണ്. നിങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ കടക്കേണ്ടി വരും. നോക്കി നടന്നോളൂട്ടാ. ഞാൻ ക്യാമറയിലേക്ക് നോക്കിയിട്ട് ലാസ്റ്റ് ഞാൻ താഴെ എടുക്കും. നമ്മുടെ മഞ്ഞുമൽ ബോയ്സുടെ പോലെയാവും. ഇതെങ്ങടെ ഈ വഴി പോണേ? വഴിയുണ്ടോ? പാമ്പും ചേമ്പൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് കൊള അതെ അരുവി പോണത്. അതെ നോക്കിയോളോട്ടാ, വഴിയില്ലേന്ന്. അവിടെ അരുവിയാണ് പോണേ.
ഇത് മറ്റേത് ഇതാണ്. ഇപ്പൊ അധികം ഇല്ല. ഇത് ഈ വല വെച്ചിട്ട് എന്തിനാ? ഇത് വേറെ കൂടും പോണില്ലോ പറയുന്നു. അതിന്റെ ഉള്ളില് എത്രയുണ്ട്? ഈ കാണുന്ന ഏരിയ തന്നെയല്ലോ. ചണ്ട വീട് വീടിന് ശരിയാട്ടോ. താങ്ക്സ്. അമ്പലത്തിന്റെ വഴിയാണ്. അത് അമ്പല, ആ കാണുന്നത് അമ്പലത്തിന്റെ ബാക്കാണ്. അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ തെറ്റിയിട്ട് ആ വഴി കൂടെ പോയി, അപ്പുറത്തെ നേരെയുള്ള വഴിക്ക് പോയി. പക്ഷെ കുളവെട്ടിമരം എന്ന് പറയണത് ഈ സംഭവമാണ്, ഈ കാണുന്ന സംഭവങ്ങളാണ്. കണ്ട ഇവിടെ മരങ്ങൾക്ക് നമ്പർ എഴുതിയിട്ടുണ്ട്. 213, 215. എന്താ പറയാ, കാടിന്റെ അങ്ങേറ്റം എന്ന് പറയില്ലേ, കൊടുങ്കാട്ടിനുള്ളിൽ എന്ന് പറയണ ആ ഒരു പോലെയാണ് ഈ സംഭവം. ഈ മരങ്ങൾ നല്ല നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ സംഭവമാണ്. അത് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഈ മരങ്ങൾ മുറിച്ചു കഴിഞ്ഞാൽ അറിയാലേ. എനിക്ക് തോന്നേ ഇത് മരങ്ങൾ ഇപ്പൊ കൂടുതലുണ്ടെന്ന് കൊണ്ടിട്ടാ. മുമ്പത്തെ കണക്ക് പ്രകാരം 200ഓളായിരുന്നു, ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 300 തോന്നുന്നു. അതാണ് ഇവിടെ ഇവിടെ തന്നെ 200 സംതിങ് ഉണ്ടെന്ന് തോന്നില്ല. അതായിരിക്കും 200 സംതിങ് നമ്പർ ഇട്ടിരിക്കുന്നത്. കുളവെട്ടി. അപ്പൊ ഇതാണ് ലോകത്തിലെ അപൂർവങ്ങളില് അപൂർവമായ കുളവെട്ടി മരം. 300-ലധികം മരങ്ങളാണ് ലോകത്തിലാകെ ഉള്ളത്. അതില് ഒരു 200ഓളം മരങ്ങൾ തന്നെ നമ്മുടെ കുന്നംകുളം ഭാഗത്താണ് നമുക്ക് ഈ മരങ്ങളൊക്കെ കാണാം അല്ലേ. കലശമലയ്ക്ക് വരുമ്പോൾ കലശമല എക്കോ ടൂറിസം ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഇറങ്ങുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. തൊട്ടടുത്ത് നമുക്ക് ഇടത്തോട്ട് വഴി ഇറങ്ങുന്നുണ്ട് അല്ലേ. ഇടത്തോട്ട്, അതായത് കലശമല ഗേറ്റിലേക്ക് പോയില്ലേ, ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോണതിൻ്റെ ഇടത്തോട്ട്, അതായത് ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു വഴി ഇറങ്ങും. ആ വഴി നേരെ ഇറങ്ങുമ്പോൾ നമുക്ക് ഈ സ്ഥലമാണ്. ഇവിടെ പാറയിൽ നിന്ന് വെള്ളം വരണതൊക്കെ കാണാമെന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ ഇനി അധികം ഉള്ളിലേക്ക് പോകണില്ല. നമുക്ക് ഇതൊക്കെ തന്നെയാണ് സംഭവങ്ങൾ കാണാനുള്ളത്. അപ്പോൾ ഒരിക്കലും പറ്റാത്ത വെള്ളമാണ്. പിന്നെ ഇവിടെ അടുത്തൊക്കെ പുതിയ ഫാമുകളൊക്കെ തുടങ്ങിയെന്ന് കേട്ടു. അപ്പോൾ ഫാമുകൾക്കും എല്ലായിടത്തേക്ക് വെള്ളം എടുക്കുന്നതുകൊണ്ടാവാം ഒരു പക്ഷേ വെള്ളം കുറവ്. എന്നാലും ഇതൊരിക്കലും പറ്റില്ല. ഇവിടെ ആരും മരത്തുമ്മ കൊത്തുപണി പോലെ ഇത് ചെയ്തു വെച്ചാൽ തന്നെത്താവുന്നതാണ്. കണ്ണും മൂക്കൊക്കെയും വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് വായ അല്ലേ, വായ, മൂക്ക്, കണ്ണ്, കൺപീലി ഉള്ളതാണാവും. എനിക്ക് ഡൗട്ടുണ്ട്. അത് ചിലപ്പോൾ ആരെങ്കിലും വന്നപ്പോൾ കുത്തി കുറിച്ചുണ്ടാവും. ശരിക്കും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ഇത്രത്തോളം പ്രൊട്ടക്ട് ചെയ്ത് വരുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ നമ്മൾ തന്നെ ഇതിൽ സംരക്ഷിക്കണം. ഇതിപ്പോൾ ഫോറസ്റ്റുകാരാണ് ഇത് നോക്കി നടത്തുന്നത് ഈ ഒരു സ്പേസ്. ബാക്കിയുള്ളതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കാഴ്ചകൾ, അതായത് കലശമലയിലത്തുള്ള നരിമട, അതുപോലെ അവിടുത്തെ പാർക്ക്, വ്യൂ പോയിന്റ്, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? അപൂർവങ്ങളിൽ അപൂർവമായ മരങ്ങൾ. ആ മരത്തിൻ്റെ പേര് കുളവെട്ടിമരം. അപ്പോൾ കുളവെട്ടിമരം നമ്മൾ കണ്ടു. അതിനോടൊപ്പം തന്നെ ഒരു നീരുറവ എന്ന് പറയാം. ഒരു ചെറിയൊരു കുളമാണ്. പാറയമെന്ന് വരുന്ന ഒരു വെള്ളക്കെട്ട് ഇവിടെ ഉണ്ട്. ആ വെള്ളക്കെട്ട് ഒരിക്കലും ഏത് വേനൽക്കാലത്തും പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് കുറഞ്ഞുണ്ട്, പക്ഷെ പറ്റിയിട്ടില്ല. അത് ഇവിടുത്തെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ തൊട്ട് ബാക്കിലാണ്. ഇപ്പോൾ കലശമല ടെമ്പിൾ നിങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഈ ലൊക്കേഷൻ വരുന്നത് കലശമല എക്കോ ടൂറിസത്തിൻ്റെ കവാടം, അതായത് മെയിൻ എൻട്രൻസ് എത്തനേക്കാൾ തൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് അടുത്ത സൈഡിലോട്ട് ഒരു വഴി ഇറങ്ങുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് കാഴ്ചയിൽ പെടില്ല. കാരണം ഇവിടെ പലരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ അമ്പലത്തിൻ്റെ
ബാക്കിലാണ് ഈ കാഴ്ച. അതുകൊണ്ട് എന്നൊക്കെ ഇവർ പറയും, നമ്മൾ അങ്ങനെ കിടക്കണം, തുറന്നില്ലെങ്കിൽ കാണാൻ പറ്റില്ല. പക്ഷേ അമ്പലത്തിൽ എത്തുന്നതിനേക്കാളും മുമ്പ് ഒരു വഴി ഇവിടെ ഉണ്ട്. ആ വഴി കൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടേക്ക് എത്താൻ പറ്റും. ആ വഴിയാണ് ഞാൻ പറഞ്ഞ കലശമല എൻട്രൻസിന് തൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് വഴി ഇറങ്ങും. ഇവിടുത്തെ പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഞങ്ങൾക്ക് പിള്ളേരാണ് പറഞ്ഞു തന്നെ. പിന്നെ ഇവിടെ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ആ ചേട്ടനാണ് ഇതിനെക്കുറിച്ചൊന്ന് ഞങ്ങൾക്കെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ. അതായത് ലോകത്തിൽ 10-300ഓളമാണ് ഇപ്പം ഉള്ളത്. അതിൽ 10-200ഓളം മരങ്ങൾ ഇവിടെ തന്നെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇതോടുകൂടി നിർത്താണ്. പിന്നെ മറ്റൊരു വീഡിയോയുമായി ഇച്ചായൻ്റെ ചിപ്പൂസ് വരുന്നതാണ്. ബൈ.